വേരിയസ് ടൈപ്സ് ഓഫ് വൺ ഹാൻഡഡ് കാർഡ് ട്രിക്സ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷാർലിയർ കട്ട്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്, എന്നാൽ കൂടിയും ഈ ഒരു സീരീസിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈ ഒരു പൊസിഷനിൽ കാർഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. കാർഡ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പാക്ക് ഉണ്ടാവും. അതിൽ നമ്മൾ അടിയിലുള്ള പാക്കിനെ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് മേലെ കൊണ്ടുവരിക. അപ്പോൾ മേലുള്ളത് അടിക്ക് പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നമ്മൾ കാർഡ് പോവാതെ, ചില സമയത്ത് സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ കാർഡ് പോവാറുണ്ട്. അത് പോവാതെ ഈ ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ഒരു ഫെൻസ് പോലെ തടഞ്ഞു നിർത്തുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക കാർഡ്, സ്ലൈഡ് ആൻഡ് ഡ്രോപ്പ്. ഈ വൺ ഹാൻഡഡ് കാർഡ് ട്രിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കാർഡ് പുറത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കാർഡ്സ് ഉപയോഗിക്കാതെ കുറച്ച് കാർഡ് ഉപയോഗിച്ച് ചെയ്ത് പഠിക്കുക. അടുത്ത വൺ ഹാൻഡഡ് കട്ട് എന്ന് പറയുമ്പോൾ റെവല്യൂഷൻ കട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ കാർഡ് പിടിച്ചിരുന്നത് അതുപോലെ പിടിക്കുക, കട്ട് ചെയ്യുക, കാർഡ് കട്ട് ചെയ്യുക. രണ്ട് പാക്ക് ഉണ്ടാവും. ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് പുഷ് ചെയ്യണതിന് പകരം നമ്മുടെ റിംഗ് ഫിംഗർ ഉണ്ടല്ലോ, റിംഗ് ഫിംഗർ ഉപയോഗിക്കുക. റിംഗ് ഫിംഗർ ഉപയോഗിച്ച് പുഷ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ ആയിരിക്കും ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അത് സ്വിച്ച് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗറിൽ സ്വിച്ച് ചെയ്തിട്ട് മിഡിൽ ഫിംഗർ ഇടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഉണ്ടാവും. ഇങ്ങനെ പൊസിഷൻ കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്വിങ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഒന്നും കൂടി നോക്കി വെച്ചെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് പുഷ് ചെയ്യുക. മിഡിൽ ഫിംഗർ മാറ്റിയിട്ട് ഇൻഡെക്സ് ഫിംഗർ വെക്കുക. എന്നിട്ട് ട്വിസ്റ്റ്, ക്ലോസ്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഫാസ്റ്റിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു രണ്ട് കട്ട് മെയിനായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള വേരിയേഷനായിട്ട് ഓരോ കട്ട്സും ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേരിയേഷൻ ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് കട്ടാണ് ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത കട്ട് എന്ന് പറയുമ്പോൾ ജൂഡോ ഫ്ലിപ്പ്. ഇതുവരെ നമ്മൾ എങ്ങനെയാണോ ഗ്രിപ്പ് ഉപയോഗിച്ചിരുന്നത് അതേ ഗ്രിപ്പിൽ ചെയ്യേണ്ട വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഫിംഗറും തമ്പും ഉപയോഗിച്ചിട്ട് കുറച്ച് കാർഡ്സ് പിക്ക് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ രണ്ട് പാക്കായി. ഒരു പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുവിരലിലും റിംഗ് ഫിംഗറും ഉപയോഗിച്ചിട്ടാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. മറ്റേന്ന് പറയുമ്പോൾ തമ്പും മിഡിലും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പാക്കാണ്. ഇങ്ങനത്തെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇൻഡെക്സ് ഫിംഗർ വെറുതെ ഒന്നും ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർണർ ഉപയോഗിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഡ്രോപ്പ് ചെയ്യുക. പിന്നും ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഒന്നുകൂടി കാണിച്ചു തരാം. കോർണർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് കറക്കുക, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും കറക്കുക, ക്ലോസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കുറച്ച് ഫ്ലറിഷ് എന്ന് പറയുമ്പോൾ വൺ ഹാൻഡഡ് സ്പിൻസ് ആണ്. അപ്പോൾ വൺ ഹാൻഡഡ് സ്പിൻസ് എന്ന് പറയുമ്പോൾ ഒരു കാർഡ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതൊരു ഫ്ലറിഷാണ്. ഈ ഒരു ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാർഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മിഡിൽ ഫിംഗർ ഉപയോഗിച്ചിട്ട് കാർഡ് ഫ്ലിക്ക് ചെയ്യുക. തമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കൊണ്ടുവരിക കാർഡ്. ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ. അതിനുശേഷം കുറച്ചും കൂടി എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൈ ജസ്റ്റ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. ജസ്റ്റ് ഇങ്ങനെ ഇതിന് തന്നെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, തമ്പ് ഉപയോഗിച്ച് പിടിക്കുക. എക്സ്റ്റെൻഡ്, റിലീസ്, ഹോൾഡ്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റൊട്ടേഷൻ കൂടി എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ല രസത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള വൺ ഹാൻഡഡ് കാർഡ് ട്രിക്സ്. ഇത് ഉപയോഗിച്ച് തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലെ തന്നെ സീരീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക.